നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൂഗിൾ പേ ആക്ടിവേഷൻ തട്ടിപ്പിനിരയായി മലയാളികളും. പണം പിൻവലിച്ചത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന്. കുവൈത്തിൽ പുതിയ കിരീടാവകാശി ചുമതലയേറ്റു. കേളി കുടുംബ സഹായ ഫണ്ട് കൈമാറി. ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവാവ് സൗദിയിൽ മരിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഹജ്ജ് തീർത്ഥാടകർക്ക് താമസം, യാത്രാ സൗകര്യം തുടങ്ങിയ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. പ്രതികൾ അറസ്റ്റിൽ. ഗതാഗത മേഖലയിലെ വൻ കുതിപ്പിന് UAE. IOC ഒമാൻ കേരള ചാപ്റ്റർ ക്ലാപ്സ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുകയെന്നത് വലിയ ബഹുമതി. ഗൗതം ഗംഭീർ. ഗൂഗിൾ പേ ആക്ടിവേഷൻ തട്ടിപ്പിനിരയായി മലയാളികളും. പണം പിൻവലിച്ചത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന്. UAEയിൽ ഗൂഗിൾ പേ ആക്ടിവേഷന്റെ പേരിലും തട്ടിപ്പ്. ആക്ടിവേറ്റ് ചെയ്ത പലരുടെയും ബാങ്ക് അക്കൗണ്ട് കാലിയായി. പണം നഷ്ടപ്പെട്ടവരിൽ മലയാളികളുമുണ്ട്. UAEയിൽ ഓഡിറ്ററായി ജോലി ചെയ്യുന്ന തൃശൂർ സ്വദേശിക്ക് ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടു. ഗൂഗിൾ പേ ആക്ടിവേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട മഷ്റഖ് ബാങ്കിൽ നിന്ന് ലഭിച്ച സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്ത അനുമതി നൽകുക മാത്രമാണ് യുവാവ് ചെയ്തത്. ഉടൻ തന്നെ അക്കൗണ്ടിൽ നിന്ന് 1000 ദിർഹം വീതം 5 തവണയായി 5000 ദിർഹം പിൻവലിച്ച സന്ദേശം ലഭിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ് പണം പിൻവലിച്ചിരിക്കുന്നത്. ഉടൻ ബാങ്കിൽ പരാതിപ്പെട്ടു. താൻ UAEയിൽ തന്നെ ഉണ്ടെന്നും പണം പിൻവലിച്ചിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണെന്നും ഇടപാട് പ്രോസസ് ചെയ്യരുതെന്നും അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തതിനാൽ കൂടുതൽ പണം നഷ്ടപ്പെട്ടില്ല. ബാങ്കിന്റെ നിർദ്ദേശം അനുസരിച്ച് ക്ലെയിം ഫോം പൂരിപ്പിച്ച് നൽകിയെങ്കിലും പണം തിരികെ ലഭിച്ചില്ല. ഗൂഗിൾ പേ ആക്ടിവേറ്റ് ചെയ്തതിനാലാണ് പണം നഷ്ടപ്പെട്ടതെന്നും ബാങ്കിന് ഒന്നും ചെയ്യാനാകില്ലെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. ബാങ്ക് ഇതുവരെ ഗൂഗിൾ പേ സേവനം നൽകി തുടങ്ങിയിട്ടില്ല. ഇല്ലാത്ത സേവനം ആക്ടിവേറ്റ് ചെയ്യാൻ സന്ദേശം അയച്ചത് എന്തിനാണെന്നും ഓൺലൈൻ ഇടപാടിന് OTP ചോദിക്കാതിരുന്നത് ബാങ്കിന്റെ വീഴ്ചയല്ലേ എന്നും യുവാവ് ചോദിക്കുന്നു. അപ്പോഴും ഗൂഗിൾ പേ ആയതിനാൽ നടന്ന ഇടപാട് പ്രോസസ് ചെയ്യാതിരിക്കാനാകില്ലെന്ന മറുപടി മാത്രമാണ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത്. അക്കൗണ്ട് ഉടമയുടെ കാശിന്റെ ഉത്തരവാദിത്തം ബാങ്കിനില്ലെങ്കിൽ എന്തുറപ്പിലാണ് അക്കൗണ്ടിൽ പണം സൂക്ഷിക്കുക എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. തട്ടിപ്പുകാരോടൊപ്പമല്ല, ഇടപാടുകാരുടെ സംരക്ഷണത്തിനാണ് ബാങ്ക് മുൻഗണന നൽകേണ്ടതെന്നും യുവാവ് പറഞ്ഞു. സമാന രീതിയിൽ മറ്റൊരു മലയാളിക്ക് നഷ്ടപ്പെട്ടത് 22,000 ദിർഹമാണ്. എവിടെ പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ നിരുത്സാഹപ്പെടുത്തുമ്പോൾ പലരും പിന്തിരിയുകയാണ്. എന്നാൽ സെൻട്രൽ ബാങ്കിലും പോലീസിലും പരാതിപ്പെട്ട അന്വേഷണം തുടരുന്നവരുമുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, UAE. കുവൈത്തിൽ പുതിയ കിരീടാവകാശി ചുമതലയേറ്റു. കുവൈത്തിൽ പുതിയ കിരീടാവകാശിയായി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ സഹ്ബാഗ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഗ് ആണ് പുതിയ കിരീടാവകാശിയെ പ്രഖ്യാപിച്ചത്. മുൻ അമീർ ഷെയ്ഖ് നവാഗ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ നിര്യാണത്തെ തുടർന്ന് അന്നത്തെ കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അമീറായി ചുമതലയേറ്റതോടെയാണ് പുതിയ കിരീടാവകാശിയെ തിരഞ്ഞെടുത്തത്. പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് 71-കാരനായ ഷെയ്ഖ് സബാഹ് ആയിരിക്കും കുവൈത്തിന്റെ അടുത്ത അമീർ. 2006-2019 വരെ കുവൈത്തിന്റെ വിദേശകാര്യമന്ത്രിയും 2019 മുതൽ 2022 വരെ പ്രധാനമന്ത്രിയുമായിരുന്നു. കോവിഡ് കാലത്ത് കുവൈത്തിലെ സ്വദേശികളെയും വിദേശികളെയും ചേർത്തു പിടിച്ച പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ഷെയ്ഖ് സബാഹ് കൂടുതൽ അറിയപ്പെടുന്നത്. അക്കാലത്ത് സ്വീകരിച്ച കരുതൽ, പ്രതിരോധ സുരക്ഷാ നടപടികൾ വഴി ദുരിതവും മരണവും കുറയ്ക്കാനായി. രാജ്യത്തിന്റെ ജനങ്ങളുടെയും താൽപര്യത്തിന് മുൻഗണന നൽകിയിരുന്ന ഷെയ്ഖ് സബാഹ് അഴിമതിക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചതും കിരീടാവകാശി പദവിയിലേക്കുള്ള വഴി എളുപ്പമാക്കി. അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി തുടങ്ങി ഒട്ടേറെ പ്രമുഖരെ ജയിലിലടച്ചതും ഇദ്ദേഹത്തിന്റെ ധീരമായ നടപടിയായിരുന്നു. ഇതേസമയം അഴിമതിക്കാരായ ചില പാർലമെന്റ് അംഗങ്ങളുടെ കുറ്റവിചാരണ പലതവണ നേരിടേണ്ടി വന്നതോടെ 2022 പ്രധാനമന്ത്രി പദം രാജിവെക്കുകയായിരുന്നു ഷെയ്ഖ് സബാഹ്. GCC ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായുള്ള ഊഷ്മള ബന്ധവും പുതിയ ദൗത്യത്തിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കേളി കുടുംബ സഹായ ഫണ്ട് കൈമാറി. കേളി കലാ സാംസ്കാരിക വേദി ബദിയ ഏരിയ ശുബ്ര യൂണിറ്റ് മുൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം കുട്ടിയുടെ കുടുംബസഹായ ഫണ്ട് കൈമാറി. എറണാകുളം കളമശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ CPM കരുമാലൂർ ലോക്കൽ സെക്രട്ടറി KA രവി അധ്യക്ഷത വഹിച്ചു. CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി KB വർഗീസ് ഇബ്രാഹിം കുട്ടിയുടെ കുടുംബത്തിന് ഫണ്ട് കൈമാറി.
റിയാദിലെ ബദിയ ശുബ്രയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ഇബ്രാഹിം കുട്ടി കേളി കലാ സാംസ്കാരിക വേദിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. പിതാവിന്റെ അസുഖത്തെ തുടർന്ന് നാട്ടിലെത്തി. തിരികെ റിയാദിലേക്ക് മടങ്ങാനിരിക്കെയാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. തുടർന്ന് ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ പരിശോധനയിലാണ് ശ്വാസകോശ അർബുദം സ്ഥിരീകരിക്കുന്നത്. തുടർ ചികിത്സ നടത്തിയെങ്കിലും 1 വർഷത്തിനിടയിൽ മരണം സംഭവിക്കുകയായിരുന്നു. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഇബ്രാഹിം കുട്ടി. ചടങ്ങിൽ കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു, ഏരിയ കമ്മിറ്റി അംഗം TP ഷാജി, മാഞ്ഞാലി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ്, വാർഡ് മെമ്പർ സബിത നാസർ, കരുമാലൂർ ലോക്കൽ കമ്മിറ്റി അംഗം നിസാർ PS, പ്രവാസി സംഘം മാഞ്ഞാലി യൂണിറ്റ് സെക്രട്ടറി MM ഹാരിസ്, കേളി കേന്ദ്ര കമ്മിറ്റി അംഗം കിഷോർ നിസാം, ബദിയ ഏരിയ ട്രഷറർ മുസ്തഫ, കേളി സൈബർ വിംഗ് കൺവീനറായിരുന്ന മഹേഷ് കൊടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേളി കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മധു ബാലുശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാഞ്ഞാലി ഈസ്റ്റ് സെക്രട്ടറി സുരേഷ് നന്ദിയും പറഞ്ഞു. പ്രദേശവാസികളും CPM പ്രവർത്തകരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവാവ് സൗദിയിൽ മരിച്ചു. റിയാദിൽ മലയാളി യുവാവ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ മരിച്ചു. മലപ്പുറം കട്ടിക്കാട് സ്വദേശി സുരേഷ് ബാബു വെണ്ണക്കോട് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. ജുബൈലിലെ താമസ സ്ഥലത്ത് ബോധരഹിതനായതിനെ തുടർന്ന് സമീപത്തുള്ള ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. തുടർ ചികിത്സയ്ക്കായി ജുബൈൽ അൽമാന ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറച്ചു ദിവസങ്ങളായി ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളിൽ സുരേഷ് ചികിത്സ തേടിയിരുന്നു. ജുബൈലിലെ ഹഷ് ഡൌൺ പ്രൊജക്ടുകളിൽ ടെക്നീഷ്യൻ ആയി ജോലി ചെയ്തു വരികയായിരുന്നു സുരേഷ്. മൃതദേഹം അൽമാന ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു. ഔദ്യോഗിക നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. പിതാവ് കൃഷ്ണൻ വെണ്ണക്കോട്ട്, മാതാവ് ലക്ഷ്മി, ഭാര്യ KM രമ്യ, മക്കൾ തനൂജ് തീർത്ത, സഹോദരൻ ഹരിദാസ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഹജ്ജ് തീർത്ഥാടകർക്ക് താമസം, യാത്രാ സൗകര്യം തുടങ്ങിയ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. പ്രതികൾ അറസ്റ്റിൽ. മക്കയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഹജ്ജ് തീർത്ഥാടകർക്ക് താമസം, യാത്രാ സൗകര്യം തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 2 വിദേശികളെ മക്ക പോലീസ് അറസ്റ്റ് ചെയ്തു. അധികാരികൾ വ്യക്തികളെ പിടികൂടുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. സംശയാസ്പദമായ ഓൺലൈൻ പരസ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കാനും ജാഗ്രത പാലിക്കാനും പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. ഇത്തരം വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സുരക്ഷിതവും നിയമാനുസൃതവുമായ ഹജ്ജ് അനുഭവം ഉറപ്പാക്കുന്നതിന് പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് പൗരന്മാരോടും താമസക്കാരോടും ഔദ്യോഗിക ഹജ്ജ് ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ ഉപദേശിച്ചു. നിയുക്ത നമ്പറുകളിൽ വിളിച്ച സംശയാസ്പദമായ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക. ഗതാഗത മേഖലയിലെ വൻ കുതിപ്പിന് UAE. ദുബായിൽ കരഗതാഗതം ഊർജിതമാക്കുന്നതിന് പുതിയ ലാൻഡ് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് നയം പ്രഖ്യാപിച്ച ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 6 വർഷത്തിനിടെ 17 പദ്ധതികൾ നടപ്പാക്കുന്ന കർമ്മരേഖയും അനുബന്ധ പദ്ധതികളും ഉൾക്കൊള്ളുന്ന നയത്തിന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഗതാഗത മേഖലയുടെ സംഭാവന 1680 കോടി ദിർഹമാക്കി ഉയർത്തുക, സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുക, കാർബൺ മലിനീകരണം 30% കുറയ്ക്കുക, പ്രവർത്തനക്ഷമത 10% മെച്ചപ്പെടുത്തുക എന്നിവയാണ് മറ്റു ലക്ഷ്യങ്ങളെന്ന് RTA ചെയർമാൻ മത്തർ അൽ തായർ പറഞ്ഞു. പ്രമുഖ ബിസിനസ് സാമ്പത്തിക കേന്ദ്രമെന്ന നിലയിൽ ദുബായിയുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കാനും ലോകത്തിലെ ഏറ്റവും മികച്ച 3 സാമ്പത്തിക നഗരങ്ങളിൽ ഒന്നായി ഉയർത്താനും ഇത് ലക്ഷ്യമിടുന്നു. അത്യാധുനിക വാഹനങ്ങൾക്കായി വാണിജ്യ ഗതാഗത മേഖലയുമായി സഹകരിക്കുക, നൂതന രീതികളും ഭാവി സാങ്കേതിക വിദ്യകളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും തന്ത്രത്തിന്റെ ഭാഗമാണ്. ബിസിനസ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുകയും നടപടികൾ ലഘൂകരിച്ചും പ്രവർത്തനം മെച്ചപ്പെടുത്തും. കാർബൺ മലിനീകരണമല്ലാത്ത വാഹനങ്ങൾക്ക് പ്രാമുഖ്യം നൽകും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നതാണ് പുതിയ കർമ്മരേഖ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. IOC ഒമാൻ കേരള ചാപ്റ്റർ ക്ലാപ്സ് സംഘടിപ്പിച്ചു.
സലാല ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഒമാൻ കേരള ചാപ്റ്റർ ക്ലാബ്സ് 2024 എന്ന പേരിൽ മെറിറ്റ് അവാർഡ് ഈവനിംഗ് സംഘടിപ്പിച്ചു. സലാല മ്യൂസിക് ഹാളിൽ നടന്ന പരിപാടിയിൽ സലാല ഇന്ത്യൻ സ്കൂളിൽ നിന്ന് CBSE ബോർഡ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച 10-12 ക്ലാസുകളിലെ കുട്ടികളെയും IOC കേരള ചാപ്റ്റർ അംഗങ്ങളുടെയും കുട്ടികളെയും ആദരിച്ചു. IOC ഒമാൻ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നിഷ്താർ അധ്യക്ഷത വഹിച്ചു. സലാല ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നാട്ടിൽ പലതരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ കുറവാണെന്നും പഠിക്കാൻ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിയെ സഹായിക്കുന്നത് വഴി ഒരു കുടുംബം തന്നെ സ്വാശ്രയരായി മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് എന്ന നിലയിലുള്ള തന്റെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി പങ്കുവച്ച അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ഇത്തരം സംഘടനകൾ കൂടുതൽ ശ്രമിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രസിഡന്റ് മമ്മിക്കുട്ടി അതിഥിയായിരുന്നു. ഇന്ത്യൻ സ്കൂൾ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് യാസിർ മുഹമ്മദ്, കൺവീനർ യൂസുഫ്, സ്കൂൾ അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പാൾമാരായ വിപിൻ ദാസ്, അനിത റോസ്, IOC ഭാരവാഹികളായ ഹരികുമാർ ഓച്ചിറ, അനീഷ് ആഡ, ശ്യാം മോഹൻ, IOC ചാപ്റ്റർ കൺവീനർമാരായ ഷിഹാബുദ്ദീൻ, മീരാൻ ജമാൽ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് സലാല ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെ മൊമന്റോ നൽകി ആദരിച്ചു. ഈ വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ IOC ഒമാൻ കേരള ചാപ്റ്റർ അംഗങ്ങളുടെ കുട്ടികളെയും ചടങ്ങിൽ വെച്ച മൊമന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, സലാല. ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുകയെന്നത് വലിയ ബഹുമതി. ഗൗതം ഗംഭീർ. അബുദാബി ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുകയെന്നതിലുപരി ബഹുമതിയില്ലെന്ന മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ ഡോക്ടർ ഷംഷീർ വയലിന്റെ ഉടമസ്ഥതയിലുള്ള ബുർജിൽ ഹോൾഡിംഗ്സിന്റെ മെഡിയോർ ഹോസ്പിറ്റലിൽ വിവിധ സ്പോർട്സ് അക്കാദമികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംസാരിക്കവെയാണ് ഗൗതം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഗംഭീറിന്റെ പേര് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെയാണ് കുട്ടികളുമായുള്ള സംവാദത്തിനിടെ താരത്തിന്റെ ആദ്യ പ്രതികരണം. പലരും ഇതേപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി പറയാമെന്ന് കരുതുന്നു. ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ 140 കോടി ഇന്ത്യക്കാരെയും ലോകമെമ്പാടുമുള്ള ആരാധകരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യ ലോകകപ്പ് നേടാൻ മൈതാനത്തിനകത്തും പുറത്തുമുള്ള എല്ലാവരുടെയും കൂട്ടപരിശ്രമം ആവശ്യമാണ്. 40 കോടി ഇന്ത്യക്കാരാണ് ഇന്ത്യയെ ലോകകപ്പ് വിജയിക്കാൻ സഹായിക്കുന്നത്. ഞങ്ങൾ രാജ്യത്തെ പ്രതിനിധീകരിച്ച് കളിക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യ ലോകകപ്പ് നേടും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർഭയരായിരിക്കുക എന്നതാണ്, ഗംഭീർ പ്രതികരിച്ചു. UAE വ്യക്തിപരമായ സന്ദർശനത്തിനെത്തിയ ഗംഭീർ ബുർജിൽ ഹോൾഡിംഗ്സിന് കീഴിലുള്ള അബുദാബിയിലെ പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഫാമിലി ആശുപത്രിയായ മെഡിയോർ ഹോസ്പിറ്റലിലെ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് സന്ദർശിച്ച ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് വിദഗ്ധരുമായി സംവദിച്ചു. 2007 ICC വേൾഡ് 2020, 2011 ICC ക്രിക്കറ്റ് ലോകകപ്പ് എന്നിവ നേടിയ ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു ഗംഭീർ. IPL ഫ്രാഞ്ചൈസിയിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി തിരിച്ചെത്തിയ അദ്ദേഹം ഈ വർഷം ടീമിന് മികച്ച വിജയം നേടിക്കൊടുക്കുന്നതിലും പങ്കാളിയായി വളർന്നുവരുന്ന ക്രിക്കറ്റ് താരങ്ങളോട് സ്പോർട്സ്മാൻഷിപ്പ്, കഠിനാധ്വാനം, അച്ചടക്കം, പാഷൻ എന്നിവയുടെ പ്രാധാന്യത്തെപ്പറ്റിയും സംസാരിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മെഡിയോർ ഹോസ്പിറ്റലിലെ സമഗ്രമായ സ്പോർട്സ് മെഡിസിൻ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയുടെ ഭാഗമായിരുന്നു ഗംഭീറിന്റെ ആശയവിനിമയം. ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ഗ്രൂപ്പ് CEO സഫീർ അഹമ്മദ്, സ്പോർട്സ് മെഡിസിൻ വിദഗ്ധൻ ഷിബു വർഗീസ് തുടങ്ങിയവർ ഗംഭീറിനെ സന്ദർശനവേളയിൽ അനുഗമിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. UAE ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.